സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആഗോളസഭയിലെയും ഞായറാഴ്ച 25-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഓർഡിനറി ടൈം പറഞ്ഞ് 33-ാമത്തെ ആഴ്ച വരെ നമ്മൾ ഇങ്ങനെ പോയിട്ട് പിന്നെ നമ്മൾ കർത്താവിൻ്റെ രാജ്യത്വ തിരുനാളാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ അനുസ്മരിപ്പിക്കുന്ന ആ തിരുനാളിലേക്ക് നമ്മൾ സഭയിലൂടെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ അവൻ്റെ വരവിനെ കാത്തിരിക്കുന്നവരാണ്. നമ്മളെ സഭ ഓർപ്പിക്കുന്നത് വിശുദ്ധിയിൽ ജീവിക്കാൻ. ഇന്ന് ഈ ഞായറാഴ്ച ദൈവ ആരാധനയുടെ ദിവസം വിശുദ്ധ കുർബാനയിൽ ആഗോള സഭയിൽ തിരുവചനങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നത് ഈ ലോകത്തിൽ നന്മയും തിന്മയുമുണ്ട്. അതായത് നന്മ പ്രവർത്തിക്കുന്നവരെ നീതിമാന്മാരെന്നും തിന്മ പ്രവർത്തിക്കുന്നവരെ ദുഷ്ടരെന്നും വിളിക്കുന്നു. നമുക്കറിയാം, അതിനെ ദൈവം വേർതിരിച്ചത് ദൈവം സൃഷ്ടികർമ്മം നടക്കുന്ന ആദ്യ ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആദ്യമായി ദൈവം നന്മയും തിന്മയും തമ്മിൽ വേർതിരിക്കുകയായിരുന്നു. അതായത് സാത്താന്റെ പ്രവൃത്തികളെയും ദൈവപ്രവൃത്തികളെയും വേർതിരിക്കുന്ന ഉൽപ്പത്തി 1 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അരുളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലേ, ഇരുട്ടിൽ ഒന്നും കാണത്തില്ല, എല്ലാം ഇരുട്ടാണ്. ഇരുട്ടിലെല്ലാം ഇരുട്ടാണ്. എന്നാൽ വെളിച്ചം വരുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നമ്മൾ തിരിച്ചറിയുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല വെള്ളക്കടലാസിൽ ഒരു ചെറിയ കറുത്ത പൊട്ട് വന്ന പെട്ടെന്ന് തിരിച്ചറിയാം. ഒരു നല്ല വെള്ളക്കടലാസിൽ ഒരു ചെറിയ കറുത്ത പൊട്ടാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. എന്നാൽ ഒരു കറുത്ത കടലാസിലാണെങ്കിലോ അത് കാണാൻ മേല. ഇതുപോലെയാണ് മറഞ്ഞിരുന്ന തിന്മയെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വെളിച്ചമായി, അതായത് ഈ വെളിച്ചം എന്ന് പറയുമ്പോൾ അത് യേശുവാണ്. ഉൽപ്പത്തി 1 വെളിച്ചം എന്ന് പറയുന്നത് സൂര്യനെ അല്ല ദൈവം സൃഷ്ടിച്ചത്. കാരണം സൂര്യനെ പിന്നീടാണ് 4-ാം ദിവസം എന്നൊക്കെ പറഞ്ഞാണ് ദൈവം ആകാശത്തിൽ വെളിച്ചം കാണാനായി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും മഹാദീപങ്ങളെന്നൊക്കെ പറഞ്ഞ് ദൈവം പറയുന്നു. അപ്പോൾ ഒന്നാമതായി ദൈവം നന്മയെയും തിന്മയെയും വേർതിരിച്ചതായത് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമായി, അതായത് തിന്മയുണ്ട്, അതിൽ നിന്നും വെളിച്ചം കാണുമ്പോഴാണ് നമ്മൾ, ഇരുട്ടിൽ നമുക്ക് വെളിച്ചം കാണുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ട്. ഇരുളിൽ വെളിച്ചമുള്ളിടത്ത് ഇരുട്ടില്ല, ഇരുട്ടുള്ളിടത്ത് വെളിച്ചമില്ല, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടണം. വെളിച്ചം എന്ന് പറഞ്ഞത് ഇരുളില്ലാത്ത അവസ്ഥയാണ്, അല്ലെ? ഇരുട്ടെന്ന് പറഞ്ഞത് വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ നന്മയും തിന്മയും ഉണ്ട്. അപ്പോൾ നന്മയെ നമ്മൾ അനുഗമിക്കണമെങ്കിൽ നമ്മൾ ഈശോ പറഞ്ഞില്ല, യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അതായത് ഉൽപ്പത്തിയിൽ ദൈവം പറഞ്ഞ വെളിച്ചമുണ്ടാകട്ടെ, അല്ല നന്മയും തിന്മയും തമ്മിൽ ദൈവം വേർതിരിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ വെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം കണ്ടു, അല്ലെ? സൃഷ്ടികർമ്മത്തിൽ ദൈവം നമുക്ക് എന്ന് പലപ്പോഴും ചിന്തിച്ചാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. ആ ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്, എല്ലാം പരിപാലിച്ചത്. മാത്രമല്ല നമ്മളെയൊക്കെയും ആ സൃഷ്ടികർമ്മത്തിന് മുമ്പേ കാരണം ദൈവം സ്നേഹമാണ്. ദൈവസ്നേഹമായതുകൊണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിന്റെ ഒരു എക്സ്പ്രഷനാണ് ഓരോ മനുഷ്യ ജീവിതവും. ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമാണ് ഒരു മനുഷ്യ ജീവിതം, ഒരു മനുഷ്യ കുഞ്ഞ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ വളരെ ശക്തമായിട്ട് അബോർഷനെതിരായിട്ടൊക്കെ വാദിക്കുന്നത്. കാരണം ഒരു കുഞ്ഞ് ജനിക്കുന്നത് ദൈവം നിശ്ചയിച്ചിട്ടാണ്. പലപ്പോഴും അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു കുഞ്ഞ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിച്ചമാണ്, പ്രകടനമാണ്. പുരുഷനും സ്ത്രീയും മാത്രം പ്രവർത്തിച്ചാൽ അത് ഒരു കുഞ്ഞായി മാറില്ല. നമ്മൾ പലപ്പോഴും സഭാപ്രസംഗൻ ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിക് 11:5 അല്ലെ, സഭാപ്രസംഗൻ 11:5 ചിന്തിച്ചാണ്, ഗർഭിണിയുടെ ഉദരത്തിൽ ചൈതന്യം വന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ചൈതന്യം ആ ഭ്രൂണത്തിലേക്ക് ദൈവം നിവേശിച്ചപ്പോഴാണ് ജീവനുള്ള ഒരു ഭ്രൂണമായിട്ടല്ല, വളരാനുള്ള ഒരു കുഞ്ഞായിട്ടത് മാറിയത്. ദൈവം തൻ്റെ ചൈതന്യം, നമ്മളിന്ന് ആത്മാവെന്ന് വിളിക്കുന്ന, എൻ്റെ ആത്മാവെന്ന് വിളിക്കുന്ന ദൈവത്തിൻ്റെതായ നമ്മുടെ ഉള്ളിൽ അന്നാണ് ദൈവം നിക്ഷേപിച്ചത്, അന്നാണ് നമ്മൾ ജീവൻ പ്രാപിച്ചത്. അതിനാണ്
കൊല്ലുമ്പോൾ ദൈവത്തെയാണ് അബോർഷൻ വഴി കൊല്ലുന്നത്. ദൈവത്തിൻ്റെ ഒരു കുഞ്ഞിനെയാണ്. ദൈവത്തിൻ്റെ ചൈതന്യം അതിൽ നശിപ്പിക്കപ്പെടുകയാണ്. ദൈവം നിക്ഷേപിച്ചതിനെ നശിപ്പിക്കുകയാണ്. അതാണ് അറിവില്ലാതെ മനുഷ്യൻ. ആ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് വലിയൊരു വാദം, കൊല്ലാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയത്തില്ല. മനോഹരമായ ഭാഷയിലൊക്കെ പറയുന്നത്, ഉദരത്തിൽ ദൈവം നിക്ഷേപിച്ച ഒരു കുഞ്ഞിനെ, ഞാൻ പറഞ്ഞു, ദൈവം തീരുമാനിക്കാതെ ഒരു കുഞ്ഞുണ്ടാകുന്നില്ല. അപ്പം അത് ദൈവത്തിന് അതിനെക്കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ദൈവം അതിനെ വളർത്താനായിട്ട് ദൈവം തീരുമാനിച്ചത്, ജീവൻ കൊടുക്കുന്നത്, നഷ്ടപ്പെടാനുള്ളതല്ല. അപ്പോൾ അതായത് നമ്മൾ പല രീതിയിൽ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും അതിന് പറയുന്നുണ്ട്, എക്സെപ്ഷനൊക്കെ ആയിട്ട്. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിൽ അതിനെക്കുറിച്ച് വാദിക്കാൻ പോകില്ല. പക്ഷെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, ദൈവമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്, മനുഷ്യനല്ല. മനുഷ്യനതിന് മേലെ യാതൊരു നിയന്ത്രണവും ഇല്ല. അപ്പൊ ദൈവം ജീവനെ എടുക്കാനായിട്ട് മനുഷ്യന് അത് അതല്ലേ കൊലപാതകം എന്നൊക്കെ പറയുന്നല്ലേ, കൊലക്കുറ്റം എന്നൊക്കെ പറയുന്നത്. ഒരാളെ കൊന്നാൽ അയാൾ എന്തുമാത്രം ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട്. സെയിമാണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം തന്നെ അതിനെ കൊല്ലുകയാണ് അബോർഷൻ ചെയ്യുമ്പോഴും. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യം തന്നെയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ ഭൂമിയിൽ ജനിച്ച ഒരു കുഞ്ഞിനെ കൊല്ലുന്നതിന് തുല്യം തന്നെയാണ്. കാരണം അതിൽ ദൈവം അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും നിക്ഷേപിച്ചുകൊണ്ട്, സങ്കീർത്തനം അല്ലേ, യേശയ്യായൊക്കെ പറയുന്നല്ലോ, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, നിനക്ക് അസ്ഥികൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിനക്ക് പേരിട്ടു എന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മൾ ദൈവവചനത്തോട്, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നന്മയും തിന്മയും ഉണ്ട്, നമ്മൾ നന്മയോട് ചേർന്ന് നിൽക്കണം. അതാണ് നമുക്ക് ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത് നന്മയാണ്. ദൈവം അത് വേർതിരിക്കുക മാത്രമല്ല, നമ്മുടെ മുമ്പിൽ അതൊരു ചോയ്സായിട്ട് വെച്ചിട്ടുണ്ട്. പലപ്പോഴും ചിന്തിച്ചതാണ് നമ്മൾ, നിയമാവർത്തനം 30:15 പറയുന്നുണ്ട്, ഇതാ നന്മയും തിന്മയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ജീവനും മരണവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച്, ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക. നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യം. കാരണം നമ്മളെ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, വേറാരെയും അങ്ങനെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ അറിയേണ്ടത്, നന്മയും തിന്മയും ഉണ്ട്. നമ്മൾ നന്മ ചെയ്യുവാണെങ്കിൽ അനുഗ്രഹമായിരിക്കും, തിന്മ ചെയ്യുവാണെങ്കിൽ നമ്മൾ തിന്മയുടേതായിട്ടുള്ള ഫലം നമുക്ക് അനുഭവിക്കേണ്ടി വരും. അന്ത്യവിധി നാളിൽ അല്ലേ, മത്തായി 25 അന്ത്യവിധി എന്നൊക്കെ പറഞ്ഞതാണ്. നന്മയും തിന്മയും തമ്മിൽ അവിടെ ഒരു വേർതിരിവ് നടക്കുകയാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നന്മ ചെയ്തവരോടും എൻ്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ തിന്മ ചെയ്തവരോടും പറയുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. അപ്പം നമ്മളത് ഉള്ളതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അത് ഉറപ്പാക്കാം. നമുക്ക് അവൻ്റെ രണ്ടാമത്തെ വരവും നമ്മുടെ മരണവും നമുക്ക് നിത്യജീവനും ഒക്കെ അർഹപ്പെട്ടവരാണ്. അപ്പം നമ്മൾ നിത്യജീവൻ നഷ്ടപ്പെടുത്തുന്നത്, നമ്മളെ നിത്യമായ ജീവനിൽ നന്മ ചെയ്തവർക്കാണ്. നീതിമാന്മാരുടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 3 പറയുന്നുണ്ട്, നീതിമാന്മാരുടെ ആത്മാക്കള് ദൈവകരങ്ങളിലാണ്, അവർ സ്വസ്ഥത അനുഭവിക്കുന്നു. ഈ ഭൂമിയിൽ നീതി പ്രവർത്തിച്ച നന്മ ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടും. ആഗോള സഭയിൽ ഒന്നാമത്തെ വായന അതാണ് ബുക്ക് ഓഫ് വിസ്ഡം ചാപ്റ്റർ 2 അവിടെ തന്നെ നമ്മൾ അധർമ്മികളുടെ ചിന്താഗതി, 3-ാമത്തെ അധ്യായത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം നീതിമാന്റെയും ദുഷ്ടന്റെയും പ്രതിഫലം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ തിന്മ പ്രവർത്തിക്കുന്നവർ എപ്പോഴും, അതായത് തിന്മ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അന്ധകാര ശക്തികളാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ആദ്യത്തെ ഹവ്വായെയും വഞ്ചിച്ച ആ തിന്മയുടെ ശക്തികൾ ഇന്നും നമുക്ക് ഒരു സ്പിരിച്വൽ ലെവലാണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ എത്ര അന്വേഷിച്ചാലും, ഏതെല്ലാം ശാസ്ത്രീയപരമായിട്ട് ഏതെല്ലാം രീതിയിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും കാണപ്പെടാത്ത ഒന്നാണ് അതല്ലേ. നമ്മളത് വിശ്വാസം കൊണ്ടാണ് അത് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. വിശ്വാസത്തിൻ്റെ നിർവചനം തന്നെ അതാണ്. എബ്രായർ 11 പറയുന്നുണ്ട്, വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ് വിശ്വാസം. ദൈവത്തെ നമുക്ക് ആർക്കും കാണാം. ദൈവം ആത്മാവാണ്, അരൂപിയാണ്. ഭൂമിയിലുള്ള നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റില്ല. പലപ്പോഴും ചിന്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിൻ്റെ തന്നെ ആത്മാവിന് നമുക്ക് ദൈവസാന്നിധ്യം അളക്കാൻ അല്ലേ, നമുക്ക് ഈ ചെറിയ മൈക്രോസ്കോപ്പ് എന്നൊക്കെ പറയുന്നില്ലേ, ഏറ്റവും ചെറിയ രോഗാണുക്കളെ, ബാക്ടീരിയ, അതിനൊക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല.
അപ്പൊ അതിനെ കാണണമെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെ നോക്കണം. ഇല്ല നമ്മുടെ കയ്യിൽ എന്തുമാത്രം രോഗാണുക്കളോ ബാക്ടീരിയോ എന്തെല്ലാമാണോ ഇരിക്കുക, നമ്മുടെ കണ്ണുകൊണ്ട് ഒക്കെ ഒന്നുമില്ല. പക്ഷെ അത് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതുപോലെയാണ് ദൈവം നമുക്ക് തന്ന മൈക്രോസ്കോപ്പ് എന്ന് ഞാൻ പറയും പരിശുദ്ധാത്മാവ്. ദൈവം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിന് നമ്മുടെ ജീവിതം അടിയറ വെക്കുമ്പോൾ, ദൈവം ഈ നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാനായിട്ട് ദൈവം നമുക്ക് നൽകുന്ന ദൈവത്തിന്റെ, ഞാനൊരു മൈക്രോസ്കോപ്പ് പറഞ്ഞ് അതൊരു ഉപകരണമാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി തന്നെയാണ്. ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തി നമ്മൾ പറയും, തേർഡ് പേഴ്സൺ ദ ഹോളി ട്രിനിറ്റി. നമ്മുടെ കൂടെ ഭൂമിയിൽ സഭ എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ചിന്തിച്ചാൽ കേട്ടോ നമ്മളതൊക്കെ. അതാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആത്മാവായി അത് വെളിച്ചത്തിന്റെ രൂപത്തിൽ, പ്രകാശത്തിന്റെ രൂപത്തിൽ ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലും പറഞ്ഞ് അപ്പോസ്തലർ 2 വായിക്കുന്നുണ്ട്. അവർക്കാണ് പിന്നീട് നല്ല ഉറപ്പാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വന്നവര് അല്ലെ യേശുവിനെ, വെളിച്ചത്തെ പറ്റി പ്രഘോഷിക്കുകയാണ്. നമ്മുടെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മുഴുവനും വെളിച്ചത്തെ പറ്റി പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും കുറെ പേര് ഒന്നുമില്ല, വെളിച്ചമൊന്നുമില്ല, ഇരുട്ടേ ഉള്ളൂ, കണ്ണു കാണാൻ മേലാത്ത അവസ്ഥയാണ്. ഈശോ പറഞ്ഞ അന്ധനെ വഴി കാണിച്ചാൽ 2 പേരും ഇങ്ങനെ കുഴിയിൽ വീഴുന്നു. എന്നാൽ വെളിച്ചമുണ്ട്, ഇരുട്ടല്ല, വെളിച്ചമുണ്ട് എന്ന്, വെളിച്ചം യേശുക്രിസ്തുവാണ് എന്നും അത് ആത്മാവിന്റെ ഫലങ്ങളിലൂടെ അനുഭവിച്ചറിയാൻ പറ്റുമെന്നും അല്ലെ. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാണ്, അല്ലെ ക്രിസ്തുവിന്റെ ആത്മാവാണെങ്കിൽ, വെളിച്ചത്തിന്റെ ആത്മാവാണെങ്കിൽ, അന്ന് ദീപം പോലെ, വെളിച്ചം പോലെ, പ്രകാശം പോലെ, തീജ്വാല പോലെ അവരുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞ ആ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളങ്ങളെ, അവരുടെ ഉൾക്കണ്ണുകളെ എന്ന് വേണേൽ പറയാം, അവരുടെ ഉൾക്കണ്ണുകളെ തുറന്നു കൊടുത്ത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ജ്ഞാനം എന്ന് പറയുന്നത്, വിഷ്ഡം എന്ന് പറയുന്നത് ഉൾക്കണ്ണുകൾ തുറക്കുന്നതാണ്. അതായത് ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അത് നന്മയാണോ ഒരു കാര്യം, തിന്മയാണോ എന്ന് തിരിച്ചറിയാനുള്ള ഉൾക്കാഴ്ച നമ്മൾ പറയുന്ന, അത് വിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾക്കാഴ്ച. വീണ്ടും പറയാണ്, അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കൂ. നമ്മളതുകൊണ്ടാണ് തിരുസഭയിലായിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്നാ പറയുന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് നാം തിരുസഭയിലായിരിക്കുക എന്ന് പറയുന്നത്. നന്മയും തിന്മയും വേർതിരിച്ചറിയാം. നമ്മുടെ ആത്മാവ് ഓർക്കുക. ഇനി പറയാം ഒരു കാര്യം കൂടെ, നമ്മുടെ ആത്മാവ്, മനുഷ്യാത്മാവ് നമുക്കുള്ളിലുള്ള എല്ലാ മനുഷ്യരിലും ഉണ്ട്, എല്ലാ ജാതി ജനതകളിലുമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ ഈ ആത്മീയ ചൈതന്യം, ഈ നമ്മുടെ ആത്മാവ് നിരന്തരം ദൈവത്തെ തേടുകയാണ്. ദൈവത്തിന്റെ കുഞ്ഞാണ് നമ്മുടെ ആത്മാവ്. അപ്പോൾ ദൈവത്തെ തേടുന്ന ഒരു ആത്മാവ് നമ്മുടെ രീതിയിൽ, നമ്മൾ പണ്ട് കാലങ്ങളിലല്ലേ എല്ലാ ജാതി മതങ്ങളിലുള്ളവർ ഒരു ദൈവാന്വേഷണം നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെ തേടുന്നത് കാണുന്നുണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. അപ്പം ചിലർക്കൊക്കെ ആ ഒരു അറിവ് കിട്ടി, അതായത് പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്ത ചിലർക്ക് ഉള്ളിലുള്ള ഈ ചൈതന്യം ദൈവവുമായിട്ട് അറിവില്ലാതെയാണെങ്കിലും അടുത്തിരുന്നപ്പോൾ അവർക്ക് ഒരു ബോധ്യം കിട്ടി, അല്ലെ എല്ലാ മതങ്ങളിലും ഉണ്ട് നന്മ ചെയ്യണമെന്ന് പറയുന്നവർ, എല്ലാ മതങ്ങളിലും ഉണ്ട്. ഇവൻ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നവർ പോലും പലപ്പോഴും തിന്മയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ യേശുക്രിസ്തു വെളിച്ചമായി വന്ന യേശുക്രിസ്തു പറഞ്ഞ അതേ പ്രവൃത്തികൾ ചെയ്യുന്ന അനേകരുണ്ട്, അനേക മറ്റുള്ള മതങ്ങളിലുണ്ട്, ജാതികളിലുണ്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. അവിടെയാണ് നമ്മൾ രണ്ടാം വത്തിക്കാൻ സുഹൃത്തിലൊക്കെ സഭയിൽ കൊണ്ടുവന്ന ആ കാഴ്ചപ്പാട്. പണ്ടൊക്കെ കത്തോലിക്ക സഭയിലാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിൻ്റെ മേലെ, പക്ഷേ ഇങ്ങനെയാണ് പഠിപ്പിക്കുക. അതായത് ഒരു അറിവിലേക്ക് വന്ന് പരിശുദ്ധാത്മാവ് നൽകിയ ആ അറിവാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതേക്കുറിച്ച് വലിയ അറിവില്ല, പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പ്രവൃത്തിയിൽ ജീവിക്കുന്ന അനേകരുണ്ട് ഈ ലോകത്തിൽ. 10 കൽപ്പനകൾ നമ്മൾ വായിക്കുന്നല്ലേ. വ്യഭിചാരം ചെയ്യരുത് എന്നൊരു കൽപ്പന, അത് അറിവില്ലാത്ത, കൽപ്പന കിട്ടാത്തവർ പോലും വിശ്വസ്തയോടെ, ദാമ്പത്യ വിശ്വസ്തയോടെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ഭൂമിയിൽ. അതുപോലെ മോഷ്ടിക്കരുത്, കൊല്ലരുത്, ഇതൊക്കെ ഈ കൽപ്പനകളൊക്കെ 10 കൽപ്പനകൾ, അത് അറിയില്ലെങ്കിലും അതുപോലെ അത് നന്മയാണ് എന്ന്, കൊല്ലുന്നത് നന്മയാണ്, ജീവിക്കാൻ അനുവദിക്കുന്നത് നന്മയാണെന്നും, മോഷ്ടിക്കുന്നത് എല്ലാവരുടെയും വസ്തുവകൾ ആഗ്രഹിക്കരുത്, വ്യഭിചരിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സ്നേഹത്തിന്റെ ഒരു വഴിതെറ്റിപ്പോകുന്ന ഒരു പ്രവർത്തനം, അത് പാടില്ല എന്ന് ചിന്തിക്കുന്ന എത്രയോ പേര് ലോകത്തിലുണ്ട്. അപ്പോൾ അവിടെയൊക്കെയും നമ്മൾ അറിയേണ്ടത് ഈ ദൈവവചനങ്ങൾ അവരറിയാതെ പാലിക്കുമ്പോൾ പോലും ദൈവം അവരോട് കാരണം. പക്ഷെ പ്രകാശത്തിന്റെ പൂർണ്ണതയിലേക്ക് അല്ലേ, നമുക്ക് വെളിച്ചമുണ്ടെന്നില്ല, ആ വെളിച്ചത്തിന് നടക്കാം. പക്ഷെ നല്ല വെളിച്ചമാണെങ്കിൽ
അല്ലേ? രാത്രിയിൽ നമ്മൾ നല്ല ടോർച്ചും ഒക്കെ ആയിട്ട് പോകുന്നത് പോലെയാണ്. ഞാൻ പറയും അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ലോകമെങ്ങും പോയി എല്ലാവരോടും ഈ വെളിച്ചം സ്വീകരിക്കുക. ഇരുട്ടാണ്, ഇപ്പം അല്പം വെളിച്ചമൊക്കെ ഉണ്ട്, പക്ഷെ എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തടഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും, അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും പറയും, ഇതാ വെളിച്ചമുണ്ട്, നിങ്ങൾക്ക് ഈ ലോകത്തിലെ ഇരുട്ടിൽ തപ്പിത്തടയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ യേശു ആകുന്ന വെളിച്ചത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ ഒരു മതമൊന്നും സ്ഥാപിക്കുകയായിരുന്നില്ല യേശു ചെയ്തത്. നമ്മളത് അറിയണം. ഈ പറഞ്ഞു വരുന്നത് വെളിച്ചവും ഇരുളും നന്മയും തിന്മയും എല്ലാം ഉണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ സന്തോഷമോ ദുഃഖമോ ഉണ്ടാകുന്നത്. നമ്മൾ ലോകത്തിൽ ഇരുട്ടിൽ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫലം ദുരിതവും ദുഃഖവും കണ്ണുനീരൊക്കെ ആയിരിക്കും. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്നാണ് അതിങ്ങനെയാണ് പറയുക. യാക്കോബ് 3-ാമത്തെ അധ്യായത്തിൻ്റെ 16 എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ, ഇരുട്ടിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞത്, എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം, ദൈവത്തിന്റെ അറിവ്, വെളിച്ചം, എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും, പിന്നെ സമാധാനപൂർണവും, വിനീതവും, വിധേയത്വമുള്ളതും, കാരുണ്യവും, സൽഫലങ്ങൾ നിറഞ്ഞതുമാണ്. നിർദ്ദേശിക്കണം, ക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്, ഇതെല്ലാം നിറഞ്ഞു നിന്നവനാണ്. എളിമയുള്ളവനാണ്, സമാധാനമുള്ളവനാണ്, ശാന്തതയുള്ളവനായിരുന്നു, ആരോടും വഴക്കിട്ടില്ല. വെളിച്ചം ലോകത്തിലെ യേശു. അവിടെ ആർക്കൊരു അങ്ങനെയുള്ളൊരാളുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ലോകത്തിലല്ല, എല്ലാവരും അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എന്ത് സമാധാനം ഉണ്ടാകുമായിരുന്നു, അല്ലേ? ഇന്നിപ്പോൾ എന്തൊക്കെ നടക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇതാണ്. എല്ലാ അസൂയയും സ്വാർത്ഥമോഹം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞു. അതായത് ദൈവത്തിൻ്റെ സൃഷ്ടാവായ ദൈവം നമുക്ക് നൽകിയ നിബന്ധനകൾ, വെളിച്ചത്തിൻ്റെ കാര്യങ്ങൾ, എല്ലാവർക്കും സമാധാനത്തിൽ ജീവിക്കുവാനും എല്ലാവരും നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പ്രവൃത്തി, അതിനെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് എൻ്റെ കാര്യം മാത്രം മതി, ബാക്കിയുള്ളവർ എങ്ങനെ ആയാലും കുഴപ്പമില്ല എന്ന് പറയുന്നത് അത് പൈശാചികമാണ്, അപകടകരമായ കാര്യമാണ്. നമ്മൾ ആ വഴി തുടർന്നാൽ അത് നാശത്തിലേക്കുള്ള വഴിയാണ്. നമ്മുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകുന്നൊരു വഴിയാണ് പറയുന്നത്. അപ്പം നമ്മളിത് ഇങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്. പ്രവൃത്തിയിലൂടെ, അല്ലേ, വൃക്ഷം അതിൻ്റെ ഫലത്തിൽ നിന്നും അറിയാമെന്ന് ഈശോ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ നമ്മളിലേക്ക് നോക്കണം. ഈ പറഞ്ഞ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ നമ്മുടെ ഉള്ളിൽ? മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലയോ? നമ്മൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് നേടിയെടുത്താൽ എൻ്റെതാ, ഇല്ലെങ്കിലെല്ലാം പോകുമെന്നൊക്കെ പറയുന്ന ഒരു മേഖലയുണ്ടല്ലോ. അത് തിന്മയാണ്, ഇരുട്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ യേശുവിലേക്ക് നോക്കിക്കേ, അവൻ ശാന്തശീലനും വിനീത്, ആരോടും വഴക്കിടാൻ പോയില്ല. അവനാണ് എല്ലാം കിട്ടിയത്, അല്ലേ? ഏറ്റവും വിനീതനായി വന്നവനാണ് എല്ലാം കിട്ടിയത്, അല്ലേ? ഏറ്റവും താഴ്ന്നവനാണ്. ഫിലിപ്പിയർ 2 പറയുന്നുണ്ട്, അവൻ ദൈവമായിരിക്കുന്നത് കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. മനുഷ്യരായ നമ്മളോട് പറഞ്ഞാൽ പറയും, നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പോവും, അല്ലേ? നമ്മൾ വല്ലവരുടെയും ചവിട്ടും കൊണ്ടിരിക്കേണ്ടി വരും. എന്നാൽ യേശു അങ്ങനെ ഈ ഭൂമിയിൽ അവൻ നന്മ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ നന്മ അവനുണ്ടായിരുന്നത് കൊണ്ട് നന്മയുടെ ഫലം എന്താ? സമാധാനവും കാരുണ്യവും നിറഞ്ഞതുമാണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥം ഇല്ലാത്തതോ അല്ല. സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. വീണ്ടും പറയാണ് യാക്കോബ് 4 പറയാണ് ഇന്നത്തെ വചനം, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ? അല്ലെ, നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ ജഡമോഹങ്ങളെന്ന് പറയുന്ന ഈ വെളിച്ചത്തെ അറിയാതെ വെളിച്ചത്തെ തള്ളിക്കളഞ്ഞ അങ്ങനെയൊന്നൊന്നുമില്ല. ദൈവമൊന്നൊന്നുമില്ല. ഞാൻ എൻ്റെ കഴിവുകൊണ്ട് എന്തെങ്കിലും നേടുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള, അത് ഏറ്റവും വലിയ അതാണ്. സങ്കീർത്തനം 1-ാമത്തെ സങ്കീർത്തനം എന്താ പറയുന്നത്? സങ്കീർത്തനം 1 പറയുന്നുണ്ട് ദുഷ്ടരുടെ ആലോചന, അല്ലേ? അവിടുത്തെ ആദ്യത്തെ സങ്കീർത്തനം പറയുന്ന ആദ്യത്തെ വാക്ക് എന്താണെന്നറിയോ? ദുഷ്ടരെന്നാണ്. കാരണം ദുഷ്ടരുണ്ട്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപിയുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസികളുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ആഗ്രഹം, പക്ഷേ മറ്റുള്ളവർ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ നമ്മളെ സ്വാധീനിക്കും. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ
നമ്മൾ അറിയണം, ശാന്തവും സ്നേഹവും സമാധാനവും അല്ലാത്തതെല്ലാം ദുഷ്ടന്റേതാണ്. വക്രതയും ദേഷ്യവും ക്ഷമിക്കാൻ പറ്റാത്തതും ഇതെല്ലാം ദുഷ്ടന്റെയാണ്. നമ്മൾ അങ്ങനെയുള്ളവരുടെ ആരുടെ ഉപദേശം ചെയ്ത് നമ്മൾ അതിൽ പെട്ടുപോകും. ഇത് പറയാണ്, താഴെ പറയാണ്, കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു, ദുഷ്ടയുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. വചനമാണ്, ദൈവത്തിന്റെ വാക്കാണ്. അപ്പോൾ സാത്താൻ വരുന്നത് നശിപ്പിക്കാനാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ നന്മ ചെയ്യാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു വന്ന ഫിലിപ്പിയരിൽ പറഞ്ഞിരിക്കുന്ന അവൻ ദൈവമായിരിക്കെ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഞാൻ ദൈവമാണ്, എന്നെ അംഗീകരിക്കണമെന്ന് യേശു പറഞ്ഞില്ല. ദൈവമാണ് ആയിട്ട് പോലും അങ്ങനെ പറയുന്നില്ല. അവനൊരു ദാസനെ പോലെ എല്ലാവരുടെയും കാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നുണ്ടല്ലോ. അവർ കസേരയിരിക്കുമ്പോൾ യേശു നിലത്ത് മുട്ടുകുത്തിയിരുന്നുണ്ട്. അവരുടെ കാലുകൾ കഴുകി നോർത്തുകൊണ്ട് അടിമയെ പോലെ ആയി. നമുക്ക് അങ്ങനെ ആകാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും ഇല്ല. അത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയും. മണ്ടന്മാരങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ പറയും, മനുഷ്യർ പറയും. എന്നാൽ ദൈവം മനുഷ്യനായി വന്നപ്പോൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായവൻ, മനുഷ്യൻ്റെ പൂർണ്ണതയുടെ അവസ്ഥ അതാണ്. എളിമപ്പെടുക, മറ്റുള്ളവരെ അംഗീകരിക്കുക. എൻ്റെ ദൈവമാണ് എന്നെ ഉയർത്തുന്നത്. അതാണ് ഫിലിപ്പിയർ 2 പറഞ്ഞത്. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. ദൈവം എല്ലാ നാമങ്ങൾക്കും ഉപരിയായ യേശുവിന് നാമം നൽകിയത് അത് അവൻ തന്നെ താഴ്ത്തിയത് കൊണ്ടാണ്. ദൈവം അവനെ ഉയർത്തി. ഇത് ലോകത്തിന് വിഡ്ഢിത്തമാണ്. പക്ഷേ കാണപ്പെടാത്ത ദൈവത്തിൻ്റെ നന്മയുടെ മുമ്പിൽ അതാണ് നീതി പ്രവൃത്തി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന ഇതാണ്. അതായത് നന്മയും തിന്മയും ഉണ്ട്. നമ്മൾ നന്മ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്. ഒരു സംശയമില്ലാതെ 100% ഉറപ്പ് പറയാം. നമ്മൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ ഈശോ തന്നെ മറിയിലെ പ്രസംഗത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈശോ സുവിശേഷത്തിൽ ഓർപ്പിച്ചില്ലേ, മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പഠിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താ പറയുന്നത്? മറ്റുള്ളവരെ മത്തായി 5 പറയുന്നല്ലോ, ശത്രുക്കളെ സ്നേഹിക്കാനൊക്കെ അല്ലേ. മാനുഷികമായിട്ട് പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഈശോ പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിൽ നന്മ ഉണ്ടാകണം, ദൈവാനുഗ്രഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അല്ലേ, കണ്ണിന് പകരം പണ്ട് അങ്ങനെയായിരുന്നു. പഴയ നിയമത്തിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ്റെ നിയമമായിരുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞിരുന്നത്, കണ്ണിന് പകരം മത്തായി 5:18 കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, എന്നാലും തിരിച്ചടിക്കുക, ഇങ്ങനെയുള്ള കേട്ടിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയും, ദുഷ്ടനെ എതിർക്കരുത്. അവർക്ക് ദുഷ്ടനെ എതിർക്കരുത്. സാത്താനോട് യേശു ഈ ഭൂമിയിൽ നേരിട്ടപ്പോൾ എതിർത്തില്ല. നമ്മൾ ഓർത്ത് നോക്കിയ, ദുഷ്ടനോട് എതിർക്കാണ്, ദുഷ്ടന്റെ പ്രവൃത്തി തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മളെ ദുഷ്ടന് കീഴടക്കും. ദുഷ്ടന്റെ പ്രവൃത്തി ചെയ്യുവാണെങ്കിൽ ദുഷ്ടന്റെ നന്മയുടെ എന്താ അത്? നന്മയുടെ പ്രവൃത്തി വലത്തുകരണത്തിൽ അടിക്കുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. വലത്തുകരണത്തിൽ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞത്. വലത്തുകരണത്തിൽ അടിക്കുന്നവനെ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നതിന് മേലങ്കി കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം നിന്നെ നിർബന്ധിക്കുന്നവനോട് 2 മൈൽ ദൂരം പോവുക. ചോദിക്കുന്നവനെ കൊടുക്കുക, വായ്പ വാങ്ങാൻ ഇച്ഛിക്കുന്നവനൊന്ന് ഒഴിഞ്ഞു മാറരുത്. അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൂ. പണ്ടങ്ങനെയായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. പിന്നെ ഞാൻ പറഞ്ഞ കാരണം എന്താ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 3 തലമാണ്: ശരീരവും മനസ്സും ആത്മാവും. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഈ ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ ഉള്ളിൽ, പാപിയുടെ ഉള്ളിൽ ഈ ആത്മാവ് കരഞ്ഞുകൊണ്ട് നീക്കണം. ആത്മാവ് ദൈവത്തിൻ്റെതായ ആത്മാവ് എപ്പോഴും കരച്ചിലാണ്. ആ കരച്ചിൽ കേട്ടുകൊണ്ടാണ് ദൈവം ഒരു പാപിയെ തേടി വരുന്നത്. താൻ നിക്ഷേപിച്ച ആത്മാവ് ഇപ്പോൾ ഈ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാവ് നിരന്തരം വിലപിക്കുകയാണ്. അഗാധത്തിൽ ഞാൻ അങ്ങോട്ട് നിലവിളിക്കുന്ന ദൈവമേ, എൻ്റെ യാചന കേൾക്കണമെന്ന്. നീർത്തോടനായി ദാഹിക്കുന്ന മാൻപേടയെ പോലെ എൻ്റെ ഉള്ളം, എൻ്റെ ആത്മാവ് ദൈവമേ അങ്ങേക്കായി ദാഹിക്കും. അപ്പോൾ ഈ ആത്മാവിൻ്റെ നിലവിളി കേട്ടാണ് ഒരു പാപിയുടെ പിന്നാലെ യേശു പറഞ്ഞത്, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. നമുക്ക് ഈ ഒരു അറിവ് ലഭിക്കുകയാണെങ്കിൽ അത് ഉന്നതമായ ജ്ഞാനമാണ്. ഈ ലോകത്തിലൊരു മനുഷ്യനോട് ഇടപെടുമ്പോൾ നമ്മൾ അവരുടെ മുഖവും അവരുടെ പ്രവൃത്തിയും അവരുടെ കുടുംബ മഹിമയും അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും വെച്ച് നമ്മൾ അവരെ നിശ്ചയിക്കുക ആരാ ഉന്നത വ്യക്തി. പക്ഷെ നമ്മൾ യേശു കാണുന്നത് എന്താ? യേശു കാണുന്നത് കാണപ്പെടാത്ത ആത്മാവിനെയാണ് യേശു കാണുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൽ. ആ വ്യക്തിയുടെ പ്രവൃത്തികളിൽ ആ വ്യക്തിയുടെ ആത്മാവിനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് യേശു കുരിശിൽ ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്
ആത്മീയ കാര്യങ്ങളിലുള്ള അറിവ്, അതാണ് നമുക്ക് ആവശ്യം ഈ ലോകത്തിൽ മുന്നോട്ട് പോകാൻ. അതായത് ദൈവം ആത്മാവാണ്. ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപയാണല്ലോ എന്താ? മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, എളിമ, വിശ്വസ്തത, സെൽഫ് കൺട്രോൾ, ആത്മസംയമം, ഇതൊക്കെ പരിശുദ്ധാത്മാവ് നൽകുക. അങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റുക. നമ്മുടെ ഇടയിൽ ചിലത് ദുഷ്ടാരൂപികൾ ഉള്ളിൽ കുടിയേറിക്കൊണ്ട്, മത്തായി 12 യേശു പറഞ്ഞില്ലേ, 7 കൂടെ കൂട്ടിക്കൊണ്ടുവരും. ആ മനുഷ്യനെ അവിടെയെങ്കിലും ആർക്കും അടുക്കാൻ പറ്റില്ല. മുൾച്ചെടി പോലെയാണ്. അടുത്ത് വന്നാൽ ആരും അങ്ങോട്ട് അടുക്കില്ല. കാരണം എന്താ? മുൾച്ചെടി, റോസ അല്ലെങ്കിൽ ഈ കള്ളി മുൾച്ചെടിയുടെ അടുത്തേക്ക് നമ്മൾ മാറി നമ്മൾ, കാരണം എന്താ? അടുത്ത് ചെന്നാൽ മുള്ളുകൊള്ളും. ഈ ലോകത്തിൽ ചില മനുഷ്യരെങ്ങനെയാണ്? അടുക്കാൻ പറ്റില്ല. അടുത്താൽ വേദനിപ്പിക്കവർ. അവിടെ എല്ലാം അവർ വിചാരിക്കും കള്ളി മുൾച്ചെടിക്ക് മുള്ളുണ്ട്, അതെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞവരാണ്. ചില മനുഷ്യർ മുള്ളുകളാണ് മുഴുവനും. മനുഷ്യരുടെ ആർക്കും അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. കാരണം അവരുടെ സംസാരവും പ്രവൃത്തിയും മുഴുവനും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണ്. അവർ പോലും അറിയുന്നില്ല. അവർ മുൾച്ചെടി വിചാരിക്കുന്നത് എൻ്റെ കാര്യമാണ്, ഞാൻ മുള്ളൊക്കെ ഉണ്ട്, നല്ല കാര്യം നിൽക്കാം. അപ്പോൾ ദുഷ്ടത പ്രവർത്തിക്കുന്നവർ പറയും, ഞാൻ ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, ഞാൻ മിടുക്കനാണ്, എല്ലാം മിടുക്കിയാണ്, എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഞാനൊക്കെ നേടി എന്ന് പറയുമ്പോൾ അല്ല, ദൈവം ദുഷ്ടത അല്ലെങ്കിൽ നാശത്തിൻ്റെ വഴി എന്നാണ് ദൈവം അതിനെ കാണുന്നത്. അതാണ് ഈശോ നമ്മളോട് പറയുകയാണ്. സുവിശേഷത്തിൽ ഈശോ ഓർപ്പിക്കുന്നത് ഈ ദുഷ്ടതയുള്ള മേഖലയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുന്ന ഒരു പ്രവർത്തി, പീഡാനുഭവത്താൻ. ഈശോ കുരിശിൽ വന്നപ്പോൾ തന്നെ ഭൂമിയിൽ വന്ന് ഉത്ഥാനത്തെക്കുറിച്ചുള്ള പീഡാനുഭവത്തെക്കുറിച്ചുള്ള പ്രവചനമാണ്, 2ാം പ്രവചനമാണിത്. സുവിശേഷം മർക്കോസ് 9-ാമത്തെ അധ്യായത്തിൽ അവൻ അവിടെ ഗലീലയിലേക്ക് പോകുമ്പോൾ യേശു പറയാണ്, അവൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും, ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. ദുഷ്ടതയോട് ഞാൻ ചേർത്താണ് അവിടെ. അവർ അവനെ വധിക്കുകയും ചെയ്യും. അവൻ വധിക്കപ്പെട്ട് 3 ദിവസം കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. കാരണം എന്താ? ഉയർത്തെഴുന്നേൽക്കുന്ന എന്താ? യേശു ഈ ഭൂമിയിൽ സ്നേഹം നിലനിർത്തി. അവൻ ആരോടും പിണങ്ങിയില്ല, അവൻ ആരോടും വഴക്കുണ്ടാക്കിയില്ല. അവന്റെ ഉള്ളിലെ ദൈവികത, സ്നേഹം നിലനിർത്തിയതുകൊണ്ട് മനുഷ്യരെല്ലാവരും കൂടെ, ദുഷ്ടന്മാരെല്ലാം കൂടി അവനെ ക്രൂശിച്ചു. പക്ഷെ അവന്റെ ഉള്ളിലെ ദൈവികത, സ്നേഹം അവൻ നിലനിർത്തിക്കൊണ്ട് അവന്റെ ആത്മീയ ശക്തിയാൽ അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അത് ഇന്നും സ്നേഹമായി അവൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. നമ്മളോട് പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. അതാണ് വെളിച്ചം. പ്രിയമുള്ളവരെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.